വീട്ടിൽ മൈക്കിളും ജോർജും ലിവിംഗ് റൂമിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അന്നയും റീനയും അടുക്കളയിൽ ജോലിയിലാണ്. ജെയ്മി ഇന്നലെ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ബെഞ്ചമിൻ പറഞ്ഞിട്ടാണ് അവൾ വന്നതെന്ന് തൽക്കാലം അവൾ ആരോടും പറഞ്ഞില്ല. ഇന്നലെ രാത്രി ജൂൺ ഹോസ്പിറ്റലിൽ നിന്നും വന്നപ്പോൾ തേയ്ക്ക് ബോധം വന്നെന്നും അവൾ ഓക്കെ ആണെന്നും പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമായി. ബെഞ്ചമിൻ വന്ന കാര്യം അവൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. ജീനിയും ജെയ്മിയും റൂമിലിരുന്ന് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ജൂൺ ജെയ്ക്കിന് രാവിലെ ഫുഡ് കൊടുത്തിട്ട് എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഒരു ഉച്ചസമയത്തോടടുത്തപ്പോൾ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും പുറത്തിറങ്ങി നോക്കി. കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ബെഞ്ചമിനായിരുന്നു. പുറകെ ജിമിൻ ഡോർ തുറന്ന് പതിയെ തേയെ പിടിച്ചിറക്കി. തേയെ കണ്ടതും റീന ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു. എന്റെ പൊന്നു മോളെ, എങ്ങനെയുണ്ട് നിനക്കിപ്പോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മമ്മി. എന്നാലും എന്റെ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. മമ്മി, ഇവിടെ ഇങ്ങനെ നിക്കാതെ വാ, നമുക്ക് അകത്തേക്ക് പോയി സംസാരിക്കാം. തേയെ അധിക നേരം വെയിലത്ത് നിർത്താൻ പറ്റില്ല. അകത്തേക്ക് വാ മക്കളെ. മോനെ ബെഞ്ചമിൻ, കേറി വാ. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് കയറി. ജെമി ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തേയ്ക്ക് കൊടുത്തു. നീ എപ്പോ എത്തി? ഞാൻ ഇന്നലെ എത്തി ജിമ്മിച്ചാ. കുറച്ചു ദിവസം ലീവ് കിട്ടി, അതാ ഇങ്ങ് പോന്നെ. ഇവിടെ എത്തിയപ്പോഴാ വിവരങ്ങൾ അറിയുന്നത്. അവൾ ജിമിനോട് പറഞ്ഞു. എന്നിട്ട് ബെഞ്ചമിനെ നോക്കി കണ്ണടച്ച് കാണിച്ചു. തേയമോളെ, എന്റെ മോൻ ചെയ്തത് മാപ്പർഹിക്കുന്ന ഒരു കാര്യമല്ല. എങ്കിലും അവന്റെ അമ്മ എന്ന നിലയിൽ ഞാൻ മോളോട് പറയുക, എന്റെ മോനോട് ക്ഷമിക്കണം. അതേ തേയ, അവൻ എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അവൻ ചെയ്തത് വലിയൊരു തെറ്റാ. മോള് കഴിയുമെങ്കിൽ അവനോട് ക്ഷമിക്കണം. അങ്കിൾ, ആന്റി, എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും. ഇത്രയും വർഷമായിട്ടും ഒരിക്കൽ പോലും ജയിക്കനെ തേടി വരികയോ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടോ ഇല്ല. അതിനർത്ഥം അവൻ നല്ലൊരു മനുഷ്യനാ. എല്ലാം അവന്റെ ഉള്ളിലൊതുക്കി ജീവിക്കുകയായിരുന്നു. ഞാൻ ഒരിക്കലും അവനെ ചതിച്ചിട്ടില്ല. പക്ഷേ അവന്റെ കണ്ണിൽ ഞാൻ വഞ്ചകിയാ. അവൻ എന്നോടുള്ള വർഷങ്ങളായുള്ള വെറുപ്പാ ഇവിടം വരെ കാര്യങ്ങൾ എത്തിച്ചത്. എനിക്ക് അവനോട് സത്യം പറഞ്ഞ സഹതാപം മാത്രമാ ഉള്ളത്. എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. നീ വലിയ മനസ്സിന്റെ ഉടമയാ തേയ. അവൻ നിന്നോട് ഇത്ര ചെയ്തിട്ടും നീ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലേ? വേറൊരാൾക്ക് ഇത്രമാത്രം നന്മ ഉണ്ടാകണമെന്നില്ല. വിഷമിക്കേണ്ട തയ്യാ, സത്യങ്ങൾ ഇന്ന് തന്നെ പുറത്തു വരും. അതിനു വേണ്ടിയാ ജൂണിച്ചായം പോയിരിക്കുന്നത്. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കാറിന്റെ ഹോൺ ശബ്ദം കേൾക്കുന്നത്. ആ, ഈ ചായൻ എത്തിയെന്ന് തോന്നുന്നു. അപ്പോഴേക്കും ജൂൺ അകത്തേക്ക് കയറി വന്നു. നിങ്ങൾ എത്തിയോ? തേയ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചേട്ടായി. നീ ഇതെവിടെ പോയതാ? ഞാനൊന്ന് എയർപോർട്ട് വരെ പോയതാ. എയർപോർട്ടോ? അവിടെ എന്താ? പറയാം. നിങ്ങളെന്താ പുറത്ത് നിൽക്കുന്നേ? അകത്തേക്ക് കയറി വാ. ജൂൺ പുറത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴാണ് പുറത്തു നിന്നും 3 പേർ അകത്തേക്ക് കയറി വന്നത്. ഏഞ്ചൽ, നീ, സച്ചിൻ, അലൻ, നിങ്ങളെങ്ങനെ? ഇതൊക്കെ ആരാ മോളെ? ഞാൻ പറയാം ആന്റി. ഇവർ തേയുടെ ഒപ്പം കോളേജിൽ പഠിച്ചവരാ. ഇത് ഏഞ്ചൽ, തേയുടെ ഫ്രണ്ട്. ഇത് സച്ചിൻ, ഏഞ്ചലിന്റെ ഹസ്ബൻഡ്. ഇത് അലൻ, ജേക്കിന്റെ ഫ്രണ്ട്. സച്ചിനും അല്ലും ജേക്കിന്റെ ക്ലാസ്സിലായിരുന്നു. ഏഞ്ചൽ തേയുടെയും. ജേക്കും തേയും തമ്മിലുള്ള പ്രശ്നം അറിയാവുന്നവർ ഇവർ 3 പേരുമാ. അതാ ഞാനും ജീനിയും ഇവരെ കോണ്ടാക്ട് ചെയ്തത്. ഏഞ്ചൽ നേരെ തേയുടെ അടുത്ത് പോയി അവളെ കെട്ടിപ്പിടിച്ചു. എത്ര നാളായിടി നിന്നെ കണ്ടിട്ട്. നിനക്ക് സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. കോളേജ് കഴിഞ്ഞ് ഞാൻ നേരെ ജോബിന് കയറി. പിന്നെ സച്ചിന്റെ വീട്ടുകാർക്ക് എത്രയും വേഗം കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ കെട്ട് കഴിഞ്ഞു. നിന്നെ വിളിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പിന്നെ മനസ്സിലായി നീ നമ്പർ ചേഞ്ച് ചെയ്തെന്ന്. നിനക്കറിയാലോ, അന്നത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ആ നമ്പർ കളഞ്ഞു. പിന്നെ ആരുമായിട്ടും കോണ്ടാക്ട് വെച്ചില്ല. നീ ഇപ്പോ എവിടെയാ? ഞാനും സച്ചിനും ഇപ്പൊ UK സെറ്റിൽഡാ. ഞങ്ങൾക്ക് 4 വയസ്സുള്ള ഒരു മോളുണ്ട്, ഇഷ. അവളിപ്പോ UK-ലാ. സച്ചിന്റെ പാരന്റ്സ് അവിടെയുണ്ട്. നിന്നെങ്ങനെ ജൂൺ ചേട്ടായി കോണ്ടാക്ട് ചെയ്തു? അത് ഞാൻ വഴിയാ തേയ.
അന്ന് കോളേജിൽ പ്രശ്നം നടന്ന ശേഷം ഇവള് ക്ലാസ്സിലുള്ളവരുമായി കമ്പനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവന്മാരുമായി വലിയ കോണ്ടാക്ട് ഇല്ലായിരുന്നു. പക്ഷേ അലന്റെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ടായിരുന്നു. ജൂൺ ചേട്ടൻ അലനെയാണ് ആദ്യം വിളിച്ചത്. ഏഞ്ചലിനെ അറിയിക്കാൻ ഞാനേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ ഇവളെ അറിയിച്ചു. സംഭവിച്ചതറിഞ്ഞപ്പോ എന്റെ നെഞ്ച് തകർന്നു പോയടി. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഇങ്ങ് പോന്നു. ജയിക്ക് എവിടെ അച്ചായ? അലന്റെ ചോദ്യം കേട്ട് എല്ലാവരും നിശബ്ദരായി. അവൻ അകത്ത മുറിയിലുണ്ട്, ഞാൻ വിളിച്ചോണ്ട് വരാം. ജൂൺ അവിടെ നിന്നും നേരെ ജേക്കിന്റെ മുറിയിലേക്ക് പോയി. എല്ലാവരും അവർക്ക് വേണ്ടി ലിവിംഗ് റൂമിൽ തന്നെ വെയിറ്റ് ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജൂൺ ജേക്കുമായി അവിടേക്ക് വന്നു. ജേക്ക് ആർക്കും മുഖം കൊടുക്കാതെ തല കുനിച്ചു നിന്നു. അലൻ അവന്റെ അടുത്തുപോയി അവനെ കെട്ടിപ്പിടിച്ചു. ജേക്ക് അപ്പോഴാണ് അലൻ അവിടെ വന്ന കാര്യം അറിയുന്നത്. നീ ഇവിടെ? ഞാനാ വിളിച്ചേ. സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ മറ്റൊരു വഴിയും കണ്ടില്ല. ഇവ മാത്രല്ല, ദേ അവരും ഉണ്ട്. ജേക്ക് നേരെ നോക്കുമ്പോൾ സച്ചിനും ഏഞ്ചലും അവിടെ നിൽക്കുന്നത് കണ്ടു. എല്ലാവരെയും ഒന്ന് ചുറ്റി നോക്കിയപ്പോഴാണ് തേയും ജിമിനും അവിടെ ഇരിക്കുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ അവൻ അവരിൽ നിന്നും കണ്ണുമാറ്റി. എന്തിനാ എന്നെ വിളിച്ചേ? എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ പറയാം ജേക്ക്, കഴിഞ്ഞ 10 വർഷം നീയും തേയും തെറ്റിദ്ധാരണയുടെ ഒഴുക്കപ്പെട്ട് ജീവിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവാൻ പോവുക. സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്ന് അറിയണം. ജീനി നേരെ അലന്റെ അടുത്ത് വന്നു. നിന്നോട് കൊണ്ടുവരാൻ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നു. ആ, കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി. എങ്കി എടുക്ക്. അലൻ കയ്യിൽ പിടിച്ച ബാഗ് ഓപ്പൺ ചെയ്തു. അതിൽ നിന്നും ഒരു ലെറ്റർ പുറത്തെടുത്തു. ഈ ലെറ്റർ തേയ ജേക്കിനയച്ച മറുപടി കത്ത. ജേക്ക് തേയ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കയച്ച കത്തിൽ കൃത്യമായി ഒരു കാര്യം എഴുതിയിരുന്നു. നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ കത്തിന് മറുപടി അയക്കുക. അങ്ങനെ ആ കത്തിന് മറുപടിയായി തേയ അയച്ച കത്താണിത്. ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് തേയക്ക് തിരികെ ജേക്കിനെ ഇഷ്ടമാണെന്നും ജേക്കിന്റെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നും. പിന്നെ ഇതിൽ തേയെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ വരെ എഴുതിയിട്ടുണ്ട്. എവിടെ നോക്കട്ടെ? ഏഞ്ചൽ വേഗം തന്നെ ജീനിയുടെ കയ്യിൽ നിന്നും ആ ലെറ്റർ വാങ്ങി നേരെ തേയുടെ അടുത്ത് പോയി തുറന്നു വായിച്ചു. നോ, ഈ കത്ത് എഴുതിയത് ഞാനല്ല. ഇതെന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല. ഈ ഫോൺ നമ്പർ ഇതെന്റെ നമ്പർ അല്ല. ഭൂമി പിളർന്ന് താഴെ വീഴുന്ന പോലെ ജേക്കിന് അനുഭവപ്പെട്ടു. അവന് തേയുടെ വാക്കുകളെ വിശ്വസിക്കാനായില്ല. അതെ, ദിസ് ഇസ് നോട്ട് ഹെർ നമ്പർ. അവളുടെ പഴയ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഐ വിൽ ഷോ യു. ഏഞ്ചൽ അവളുടെ ഫോൺ ഓൺ ചെയ്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും തേയുടെ പഴയ നമ്പർ എടുത്തു. എന്നിട്ട് അതും ലെറ്റർ എഴുതിയിരിക്കുന്ന നമ്പറും വായിച്ചു. രണ്ടും വ്യത്യസ്ത നമ്പറുകളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കഴിഞ്ഞിട്ടില്ല. അലൻ, ബാക്കിയുള്ള സാധനം കൂടി എടുക്ക്. അലൻ വീണ്ടും ബാഗിൽ നിന്നും കുറെ ഗിഫ്റ്റുകളും കാർഡുകളും എടുത്ത് ജീനിക്ക് കൊടുത്തു. ഇത് തേയ ജേക്കിന് കൊടുത്ത ഗിഫ്റ്റുകളും കാർഡുകളും ആണ്. ഏഞ്ചൽ അതെല്ലാം വാങ്ങി തേയുടെ മുൻപിൽ നിരത്തി. നോ വേ, ഞാൻ ഇങ്ങനെ ഇത്രയും ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ല. ഓൾസോ ഈ കാർഡ്സിൽ ലാസ്റ്റ് ടി എന്ന് പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. ഈ ലെറ്ററും അങ്ങനെ തന്നെ തേയ എന്നല്ല എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം തേയുടെ പേര് ജേക്കിനെ ആരോ പറ്റിക്കുകയായിരുന്നു. ഓരോരുത്തരുടെ വാക്കുകളും നെഞ്ചിലോരോ മുറിവുകൾ ഉണ്ടാക്കുന്ന പോലെ ജേക്കിന് തോന്നി. അവന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. നോ, അല്ല, നീ കള്ളം പറയുക. എന്നെ നിന്റെ പേര് പറഞ്ഞ് ആരോ പറ്റിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ കോളും ഫോട്ടോയിലൊക്കെ ഞാൻ കണ്ടതാരെയാ? ജേക്ക്, നിന്റെ കയ്യിൽ ആ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ല. നീ നോക്ക്, എന്തെങ്കിലും അങ്ങനത്തെ അല്ലാത്ത ഫോട്ടോസ് ഉണ്ടായിരിക്കും. ജീനി പറഞ്ഞതനുസരിച്ച് ജേക്ക് ഫോൺ തുറന്ന് കുറേ നേരം സെർച്ച് ചെയ്തു. പിന്നെ ഒരു പിക്ചർ എടുത്തിട്ട് പറഞ്ഞു, എനിക്കയച്ച പിക്സിൽ ഇതാ കുറച്ചുകൂടി ഓക്കെ ആയിട്ടുള്ളത്. പക്ഷേ ഇതിലിട്ടിരിക്കുന്ന ഡ്രസ്സ് അത് കുറച്ച് സീനാ.
നീ ആ പിക്സ് എന്നെ കാണിക്ക്, ഞാൻ പറയാം ഞാനാണോ എന്ന്. തേയ നേരെ ജേക്കിൻ്റെ അടുത്ത് വന്നു. ജേക്ക് അവൾക്കു നേരെ ഫോൺ നീട്ടി. ഫോൺ വാങ്ങി തേയ കുറേ നേരം അതിൽ തന്നെ നോക്കി. ഇതിൽ ഇതിൽ ഫേസ് കാണുന്നില്ലല്ലോ. എനിക്കയച്ച പിക്സിലൊന്നും ഫേസ് ഉണ്ടായിരുന്നില്ല. അപ്പോ വീഡിയോ കോൾ? അതി മുഖം വ്യക്തമല്ലായിരുന്നു. എപ്പോഴും കഴുത്തിന് താഴെയായിരുന്നു ക്യാമറ. ഈ പിക്സിലുള്ളത് ഞാനല്ല. ഈ ഫോട്ടോ അയച്ചത് ഞാനല്ല. ഫോട്ടോസ് എല്ലാം കഴുത്തിന് താഴെയാ. പിന്നെങ്ങനെ പറയാൻ സാധിക്കും ഇത് തേയല്ലെന്ന്? ഞാൻ പറയാം. നീ എങ്ങനെ? ഞാൻ തേയുടെ ഭർത്താവല്ലേ. ഒരു ഭർത്താവിന് അവന്റെ ഭാര്യയുടെ നിഴൽ പോലും കാണാപ്പാടായിരിക്കും. ഏത് ഫോട്ടോ ആണെങ്കിലും അത് തേയാണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. തേയ, നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. തേയ ഫോൺ ജിമിന് നേരെ നീട്ടി. ജിമിൻ ഫോട്ടോ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ജേക്കിനെ നോക്കി പറഞ്ഞു. ഈ ഫോട്ടോയിലുള്ളത് തേയല്ല. എന്നിട്ട് ജേക്കിൻ്റെ അടുത്ത് ചെന്ന് ആ ഫോട്ടോ സൂം ചെയ്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഭാഗത്ത് തേക്കൊരു മറുകുണ്ട്. എന്നാ ഈ ഫോട്ടോയിൽ അതില്ല. അത് അത്യാവശ്യം വലിയൊരു മറുക. ഫോട്ടോയിൽ പതിയുന്നതും എന്നാ ഈ ഫോട്ടോയിൽ അങ്ങനെ ഒരു മറുകില്ല. അതിനർത്ഥം ഇത് തേയല്ല. പക്ഷെ എന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോ ഒക്കെ തേയ കോളേജിൽ ഇട്ടുകൊണ്ടുവരുന്ന ഡ്രസ്സിലാണല്ലോ വിളിക്കുന്നത്. അന്ന് എന്നെ കാണാൻ വന്നപ്പോൾ തേയ ഇട്ടുകൊണ്ടുവരുന്ന അതേ ഡ്രസ്സിൽ തന്നെയാ വന്നത്. അന്ന് ജേക്കും തേയും നേരിട്ട് കാണുന്നത് അലന്റെ ബർത്ത്ഡേ പാർട്ടി വെച്ചല്ലേ? അലൻ, നീ അവരെ ഒന്നിച്ച് കണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ, ഞാൻ ആക്ച്വലി ജേക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ പുറകുവശം മാത്രമാണ് കണ്ടത്. തേയ കൂടുതൽ തവണ കോളേജിൽ ഇട്ടുകൊണ്ടുവരാനുള്ള ഒരു ചുരിദാർ ഉണ്ടായിരുന്നു. അന്ന് ജേക്കിനെ കാണാൻ വന്ന പെൺകുട്ടി ധരിച്ചിരുന്നത് ആ സെയിം ചുരിദാറായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് തേയാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോ നീ ആ പെൺകുട്ടിയുടെ മുഖം കണ്ടില്ലേ? നോ, ഞാനും ജേക്കും പാർട്ടിയുടെ ഇടയിലായിരുന്നു. അപ്പോഴാ തേയ ജേക്കിനെ വിളിക്കുന്നത്. ജേക്ക് കോളെടുത്ത് നേരെ പുറത്തേക്ക് പോയി. ഞാൻ അവന്റെ പുറകെയും. അവൻ പിന്നെ ആ പെൺകുട്ടിയോട് കുറച്ചു സമയം സംസാരിച്ചു. പിന്നെ നേരെ ഒരു മുറിയിലേക്ക് കയറി കഥ കടച്ചു. ഞാൻ പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. അവര് തമ്മിൽ സംസാരിച്ചപ്പോ നീ ആ പെൺകുട്ടിയുടെ മുഖം കണ്ടില്ലേ? ഇല്ല ചേച്ചി, ആ കുട്ടി പുറംതിരിഞ്ഞു നിൽക്കായിരുന്നു. ജേക്ക്, അപ്പോ നീ അവളുടെ മുഖം കണ്ടില്ലേ? ഇല്ല. അപ്പോ അവള് മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ ആരെങ്കിലും അറിയാവുന്നവർ കണ്ട പ്രശ്നമാവുമെന്ന് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. മുറിക്കുള്ളിൽ കയറിയപ്പോ നീ അവളോട് മാസ്ക് മാറ്റാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. അവള് മാറ്റുകയും ചെയ്തു. പക്ഷേ ഞാൻ അന്ന് ഫ്രണ്ട്സ് എല്ലാവരും നിർബന്ധിച്ചപ്പോ കുറച്ച് മദ്യം കുടിച്ചിരുന്നു. എന്റെ കണ്ണ് ശരിക്കും തെളിച്ചമുണ്ടായിരുന്നില്ല. അന്നേരത്തെ ആ ചോരത്തിളപ്പി എന്റെ മുമ്പിൽ നിൽക്കുന്നത് തേയാണെന്ന് വിശ്വസിച്ച് ഞാൻ ഞാൻ അലൻ, അന്നത്തെ ആ പാർട്ടിയിൽ എടുത്ത എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സ്, വീഡിയോ, അതിൽ എവിടെയെങ്കിലും ആ പെൺകുട്ടിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടാവില്ലേ? അന്ന് ജേക്ക് രാവിലെ ബഹളം വെച്ച് ഇറങ്ങിപ്പോയപ്പോ തെളിവായി ഒരു സേഫ്റ്റിക്ക് ഞാൻ അവിടുത്തെ CCTV റെക്കോർഡിങ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഗുഡ്. അത് നിന്റെ കയ്യിലുണ്ടോ? ആ ഉണ്ട്, ഞാൻ കാണിക്കാം. അലൻ ഫോണിൽ നിന്നും ഒരു വീഡിയോ ക്ലിപ്പ് ഓപ്പൺ ആക്കി തേയുടെ കയ്യിൽ കൊടുത്തു. തേയ്ക്കൊപ്പം ഏഞ്ചലും ബാക്കിയുള്ളവരും ചുറ്റും നിന്ന് അത് കണ്ടു. ഈ ചുരിദാർ, ഇത് എന്റെ തന്നെയാ. വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇത് ഈ പെൺകുട്ടിയുടെ കയ്യിൽ എങ്ങനെ? 1 മിനിറ്റ്, ആ ഫേസ് ഒന്ന് സൂം ചെയ്തേ. തേയ വീഡിയോ ക്ലിപ്പ് സൂം ചെയ്ത് കാണിച്ചു. ഓ മൈ ഗോഡ്, എടി എടി, ഇത് ട്വിങ്കിൾ അല്ലേ? വാട്ട്, ട്വിങ്കിളോ? അവളെങ്ങനെ? എടി, നീ ആ മാസ്ക് നോക്ക്. ഈ മാസ്ക് ട്വിങ്കിൾ ഉണ്ടാക്കിയതല്ലേ? അവൾക്ക് ഈ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളതല്ലേ? അതിന്റെ കളർ കണ്ടോ? ബ്ലാക്ക്. എനിക്ക് റെഡും നിനക്ക് വൈറ്റും അവൾക്ക് ബ്ലാക്കും അല്ലേ ഉണ്ടാക്കിയത്? ശരിയാണല്ലോ. പക്ഷേ എന്റെ ഡ്രസ്സ്, എടി
നിന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫംഗ്ഷന് പോണമെന്ന് പറഞ്ഞ് അവള് നിന്റെ ഡ്രസ്സ് വാങ്ങി പോകാറില്ലായിരുന്നു. നിന്റെ കാഷ്വൽ ഡ്രസ്, ചുരിദാർ, നീ എന്തുമാത്രം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ശരിയാണല്ലോ, ഞാൻ എന്റെ ഡ്രസ്സ് ഒരുപാട് തവണ ട്വിങ്കിൾ ഇടാൻ കൊടുത്തിട്ടുണ്ട്. അത് മാത്രല്ല, ഈ ലെറ്ററിലും ഗിഫ്റ്റിലും എഴുതിയിരിക്കുന്ന ടി, ഇത് ഞാൻ കണ്ടപ്പോ എനിക്ക് ആദ്യമേ സംശയം തോന്നിയതാ. ഇറ്റ്സ് ഹേർ സിഗ്നേച്ചർ. അവളുടെ ക്രാഫ്റ്റിലും എല്ലാം അവള് ടി എന്ന് എഴുതും, അതും ഈ സെയിം ഫോണ്ടിൽ. ഈ വീഡിയോയിലുള്ള ക്ലിപ്പിലെ മാസ്കിലും അത് വ്യക്തമായി കാണാം. എനിക്കും സച്ചിനും വേണ്ടി അവള് കുറെ ക്രാഫ്റ്റ് ഗിഫ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ദേ, ഈ ഫോട്ടോ കണ്ടോ? ഏഞ്ചൽ പെട്ടെന്ന് ഫോൺ ഓപ്പൺ ചെയ്തു ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു. ഇത് ഞാനും സച്ചിനും തേയി നിൽക്കുന്ന പിക്ചറാ. ഇത് സച്ചിന്റെ കയ്യിലിരിക്കുന്നത് ട്വിങ്കിൾ ഉണ്ടാക്കി തന്ന ഗിഫ്റ്റാ. ദേ, ടി എന്ന് എഴുതിയിരിക്കുന്നു. ഈ ഫോട്ടോ ഞങ്ങൾക്ക് എടുത്തു തന്നത് ട്വിങ്കിളാ. സംശയം ഉണ്ടെങ്കിൽ സച്ചിനോട് ചോദിച്ചു നോക്ക്. അതെ ജേക്ക്, അവള് പറഞ്ഞത് സത്യാ. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് 2.5 വർഷം തേയാണെന്ന് പറഞ്ഞ് ജേക്കിനെ പ്രേമിച്ചത് ടിങ്കിളായിരുന്നു? അതെ, തേയ നിരപരാധിയാ. തേയുടെ ഐഡന്റിറ്റിയിൽ ജേക്കിനെ പ്രണയിച്ചത് ട്വിങ്കിളാണ്. ജേക്ക് തളർന്ന് തറയിലിരുന്നു. അവന് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. താൻ ഇതുവരെ വിശ്വസിച്ചതെല്ലാം കള്ളമാണെന്ന് അവന് ബോധ്യമായി. അത് അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ ആ ലെറ്റർ എങ്ങനെ ട്വിങ്കിളുടെ കയ്യിൽ കിട്ടി? ശരിയാണല്ലോ, നിന്റെ കയ്യിൽ ഞാനത് തന്നതല്ലേ ജേക്കിന് കൊടുക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് എങ്ങനെ മിസ്സായി? എടി സോറി, ഞാൻ ആക്ച്വലി അന്ന് നീ എന്റെ കയ്യിൽ ആ ലെറ്റർ തന്നപ്പോ ഞാൻ റൂമിൽ കൊണ്ടുവച്ചതാ. പക്ഷെ നെക്സ്റ്റ് ഡേ ഞാനത് കോളേജിൽ കൊണ്ടുപോയി ജേക്കിന് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോ അത് കാണാനില്ലായിരുന്നു. ഞാൻ കരുതി ക്ലീനിങ്ങിന് വന്ന ആന്റി വൃത്തിയാക്കാൻ വന്നപ്പോ മിസ്സായതായിരിക്കും എന്ന്. പിന്നെ ഞാനത് നിന്നോട് പറയാൻ വിട്ടുപോയി. ഈ ട്വിങ്കിള് നിങ്ങൾ നിന്നിരുന്ന സെയിം പേജിലാണോ നിന്നത്? അതെ, അവളെന്റെ ഒരു ഡിസ്റ്റന്റ് കസിനാ, മമ്മിയുടെ ഫാമിലിയിൽ നിന്നും. അവളെ എന്റെ ഒപ്പം വിശ്വസിച്ചേൽപ്പിച്ചിട്ടാ അവളുടെ മമ്മി പോയത്. ആ പെങ്കൊച്ച് അതിനെങ്ങനെ സാധിച്ചു നിങ്ങളെങ്ങനെ പറ്റിക്കാൻ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, എന്റെ മോന്റെ ജീവിത ആ പെണ്ണ് കാരണം കുട്ടിച്ചോറായത്. പാവ എന്റെ കുഞ്ഞ്. ഈ സമയം ആരെയും പഴിക്കാനുള്ളതല്ല. സത്യം എന്താണെന്ന് അറിഞ്ഞല്ലോ. തേക്ക് ഇതിലൊരു പങ്കുമില്ലെന്ന് തെളിഞ്ഞല്ലോ. അത് മതി. അതെ, അങ്ങനെ ഇപ്പൊ ആശ്വസിക്കാം. എല്ലാവരും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജേക്ക് കരഞ്ഞുകൊണ്ട് തേയുടെ കാലിൽ വീണു. ഏയ് ജേക്ക്, എന്താ ഇത്? എഴുന്നേൽക്ക്. സോറി തേയ, ഞാൻ നിന്നോട് ചെയ്തത് വലിയ വലിയ തെറ്റ. നിന്നെ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല. ഞാൻ കാരണം നീ ഒരുപാട് അനുഭവിച്ചു. എന്നോട് ക്ഷമിക്കണം. എനിക്ക് മനസ്സിലാവും ജേക്ക്, നിന്നെ മാത്രം തെറ്റുകാരനാക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ അന്നേ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ ഒരവസരം നമ്മൾ രണ്ടുപേരും ശ്രമിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ. എന്നാ ഒരിക്കൽ പോലും ഞാനോ നീയോ അതിന് തയ്യാറായില്ല. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. പ്ലീസ് നീ എഴുന്നേൽക്ക്. ജേക്ക് തേയുടെ കാലിൽ പിടിച്ച് കരഞ്ഞുകൊണ്ടേ നിന്നു. പക്ഷേ ജിമിൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നീ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഏതൊരാണാണെങ്കിലും സ്നേഹിച്ച പെണ്ണ് ചതുക്കുകയാണെന്ന് മനസ്സിലാകുമ്പോൾ ഭ്രാന്ത് വരുന്നത് പോലെ തോന്നും. ഞാനും ഒരിക്കൽ ആ അവസ്ഥയിലൂടെ കടന്നുപോയതാ. നിന്നോട് എനിക്ക് ശരിക്കും ദേഷ്യമുണ്ടായിരുന്നു. തേയോട് നീ ചെയ്തത് പൊറുക്കാൻ പാടില്ലാത്ത തെറ്റാണ്. എന്നാ നീ കൂടുതലൊന്നും ആലോചിക്കാതെ തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ച തെറ്റാണെന്ന് മനസ്സിലാക്കി അവളോട് മാപ്പ് ചോദിച്ചില്ലേ? തേയ നിന്നോട് ക്ഷമിച്ചില്ലേ? പിന്നെ ഞാനായിട്ട് ഒരു അരിശ മനസ്സിൽ വെക്കുന്നില്ല. പോട്ടെ, കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട, മറന്നേക്ക്. സോറി ജിമിച്ച, ഐ ആം റിയലി സോറി. ജേക്ക്
ജിമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴാ എനിക്ക് സമാധാനായത്. മക്കളെ, നിങ്ങൾ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടത് എന്റെ കുടുംബ. ഒരുപാട് നന്ദി. അയ്യോ അങ്കിൾ, നന്ദിയൊന്നും വേണ്ട. തേയ പറഞ്ഞതുപോലെ ഇത് നേരത്തെ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമായിരുന്നു. ഒരു തരത്തിൽ ചിന്തിച്ച ഞങ്ങളും ഇതിൽ കുറ്റക്കാരാ. തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകില്ലായിരുന്നു. എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പഴയതെല്ലാം മറന്ന് പുതിയ ജീവിതത്തിലേക്ക് കടക്കാം. അതെ മക്കളെ, നിങ്ങള് കുറച്ചു ദിവസം ഇവിടെ കാണില്ലേ? അയ്യോ ഇല്ല ആന്റി, ഞാനും സച്ചിനും ഇന്ന് തന്നെ തിരികെ പോകും. കുഞ്ഞ് അവിടെയല്ലേ. തേയുടെ ഒരു ആവശ്യമായതുകൊണ്ടാ ഞങ്ങള് വന്നത്. എന്തായാലും നിങ്ങൾ ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും തരാതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് പോയാ മതി. അതെ, എന്റെയും ജൂണിച്ചായന്റെയും റിക്വസ്റ്റ് വന്നതല്ലേ. ഫുഡ് കഴിച്ചിട്ട് സന്തോഷായി പിരിയാ. അതെ. ഡാ അലനെ, നീയും തിരിച്ചു പോവാണോ ഇന്ന് തന്നെ? ഇല്ല ചായ, ഞാൻ നിങ്ങള് നെക്സ്റ്റ് വീക്ക് ഇന്ത്യയിലേക്ക് പോകുന്നില്ലേ, അപ്പോ നിങ്ങളുടെ കൂടെ വരാം. പിന്നെ ഇവനിവിടെ തനിച്ചാക്കി പോവാൻ തോന്നുന്നില്ല. ശരി, എല്ലാവരുടെയും സംസാരം കഴിഞ്ഞെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പങ്കുവച്ചു. നീ അന്ന് കോളേജിൽ നിന്നും പോയി നമ്പർ ചേഞ്ച് ചെയ്ത ശേഷം ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. ആട്ടെ, നിങ്ങൾക്ക് എത്ര കുട്ടികളാ? ഏഞ്ചലിന്റെ ചോദ്യം എല്ലാവരെയും ഒന്ന് നിശബ്ദരാക്കി. അത് ഞങ്ങൾക്കൊരു മോനാ. അവന് ഈ വർഷം 6 വയസ്സ് തികയും. പേര് ജെറി. തേയുടെ മറുപടി ജിമിന്റെയും മറ്റുള്ളവരുടെയും കണ്ണ് നിറയിച്ചു. വാട്ട്? അപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇത്രയും വർഷമായിട്ടും ജയ്ക്ക് നിന്നെ കണ്ടേയില്ലേ? അത് ഞങ്ങളുടെ കല്യാണം ഇവിടെ വെച്ചായിരുന്നു. ജയ്ക്ക് ഈ വർഷ ഇവിടേക്ക് വന്നത്. സാധാരണ ഇവരെല്ലാം നാട്ടിലേക്ക് പോകുന്ന പതിവാ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരവ് സാധാരണ ഇല്ല. ഇപ്രാവശ്യം ഒരു പ്രോജക്റ്റിന്റെ ആവശ്യത്തിന് വന്നതാ. എന്തായാലും യു ആർ വെരി ലക്കി. ഇത്രയും സപ്പോർട്ടീവായ ഇല്ലോസിനെയും ഇത്രയും സ്നേഹനിധിയായ ഭർത്താവിനെയും കിട്ടുന്നത് ഒരു ഭാഗ്യമാ. അതെ, ഞാൻ ഭാഗ്യവതിയാ. ഇത്രയും നല്ലൊരു കുടുംബത്തിൽ വരാൻ പറ്റിയത് എന്റെ ഭാഗ്യം തന്നെയാ. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഏഞ്ചലും സച്ചിനും എയർപോർട്ടിലേക്ക് പോയി. ജൂൺ ജെറിയെ വിളിക്കാൻ റിജോയുടെ വീട്ടിലേക്ക് പോയി. ജിമിനും തേയും അവരുടെ മുറിയിലേക്കും. എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയപ്പോൾ ജെയ്മി ആരും കാണാതെ ബെഞ്ചമിന്റെ മുറിയിലേക്ക് ചെന്നു. വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന ബെഞ്ചമിനെ തള്ളി മാറ്റി ജെയ്മി അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു. എന്നിട്ട് തിരിഞ്ഞ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ചു. എടി, നീ എന്തേ കാണിക്കുന്നേ? ആരെങ്കിലും വന്ന പ്രശ്നാവും. പ്രശ്നമാവുമെങ്കിൽ ആവട്ടെ, ഞാൻ പിടിവിടാൻ പോകുന്നില്ല. മസിൽ പിടിച്ചു നിൽക്കാതെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവേ. കുറച്ചു സമയം കഴിഞ്ഞ് ജെയ്മി ബെഞ്ചമിനോട് പറഞ്ഞു. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇച്ചായം വിളിച്ചതിനോട് കാര്യം പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്റെ അവസ്ഥയും അങ്ങനെ തന്നെ ആയിരുന്നു. വീട്ടിൽ ഡാഡിയും മമ്മിയും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇച്ചായൻ ഇനി ഉടനെ തിരിച്ചു പോവോ? പിന്നെ പോവാതെ. അടുത്ത ആഴ്ച എല്ലാവരും ഇന്ത്യയിലേക്ക് വരികയല്ലേ. അപ്പോ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ഞാൻ അവിടെ വേണം. നാളെ രാവിലെ ഞാൻ തിരികെ പോവും. എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് കിട്ടാൻ ഇനി എന്താ വഴി? നീ ഇന്ത്യയിലേക്ക് വാ. വഴിയൊക്കെ നമുക്ക് പതിയെ ഉണ്ടാക്കാം. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. ജീനി ചേച്ചിയോട് സംസാരിച്ചപ്പോ ഹണിമൂൺ കഴിഞ്ഞു വന്നതിന് ശേഷം തേയ ചേച്ചിക്കും ജിമ്മിച്ചനിടയിൽ നല്ല അടുപ്പായെന്നാ പറഞ്ഞേ. അതെനിക്കും തോന്നി. ഇന്നലെ ഞാൻ ജിമിനെ ഹോസ്പിറ്റൽ വെച്ച് കണ്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവൻ ആകെ മാറി. ഇന്നലത്തെ അവന്റെ പെരുമാറ്റം, തേയോടുള്ള കെയറിങ്, അതെല്ലാം കണ്ടപ്പോ എനിക്ക് അപ്പോഴേ കാര്യം പിടികിട്ടി അവന് അവളെ എന്തുമാത്രം ഇഷ്ടാണെന്ന്. അത് മാത്രല്ല, ഇന്നത്തെ ജിമ്മിച്ചന്റെ പെർഫോമൻസ് ഒരു ഭർത്താവിന് അവന്റെ ഭാര്യയുടെ നിഴൽ പോലും കാണാപ്പാടായിരിക്കും. ഓ ഗോഡ്, ഹൗ റൊമാൻറ്റിക്. എങ്ങനെ റൊമാൻറ്റിക് ആകാതിരിക്കും എന്റെ ഏട്ടൻ? ഓ, അത് ശരി. അപ്പോ മോള് പറഞ്ഞു വരുന്നത് ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ലെന്നാണോ?
പിന്നല്ലാതെ എപ്പോഴും കടിച്ചു കീറാൻ പോകുന്ന പോലത്തെ നോട്ടവും സ്വഭാവവും അല്ലേ നിങ്ങൾക്ക്? കൊണ്ടം പൂച്ച. മോളെ ജെയ്മി, എന്നെ വെറുതെ ദേഷ്യം കയറ്റരുത്. ഇത് നിന്റെ വീടാണെന്ന് കരുതിയ ഞാൻ അടങ്ങിയിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഒന്നും ചെയ്യില്ല, പേടിത്തൊണ്ടൻ. ജെയ്മി, നിർത്തിക്കോ, നീ അതിര് കടക്കുന്നു. അച്ചോടാ, എന്റെ പൂച്ചക്കുഞ്ഞിന് ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ ഇനിയും വിളിക്കും. പേടിത്തൊണ്ടൻ, പേടിത്തൊണ്ടൻ, പേടി. ആ ഇച്ചായ, ശ്ശ്. നിന്റെ അഹങ്കാരം മാറ്റിത്തരാം. ആർക്കാ ശരിക്കും പേടിയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ബെഞ്ചമിൻ ചേട്ടായി, അയ്യോ ജയിക്ക്.